ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഞാനിന്ന് പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് സ്ക്രീൻ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. നേരെ ട്രേഡിംഗ് വ്യൂക്ക് വരാൻ. നിങ്ങൾക്കറിയാം ട്രേഡിംഗ് വ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു ചാർട്ടൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നേരെ ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നാൽ ഉടൻ തന്നെ നമ്മൾ ട്രേഡിംഗ് വ്യൂ എന്ന് അഴിച്ചു കൊടുക്കുക. നേരെ അവരുടെ ഹോം സൈറ്റിൽ വന്നു. ഇവിടെ നമുക്ക് നമ്മളുടെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. നമ്മുടെ സിമ്പിളായിട്ട് ജിമെയിൽ അക്കൗണ്ട് കൊടുക്കുക, നേരെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തപ്പോഴത്തേക്കുള്ള ഡിഫോൾട്ടായിട്ടുള്ള ആ ഒരു ഫ്രണ്ട് എൻഡിലുള്ള ഹോം പേജിലൊക്കെ വരുന്നത്. ഇവിടെ നമ്മൾ നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാർട്ടിലേക്ക് ഫസ്റ്റ് കാണുന്നത് തന്നെ അവരുടെ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഡിഫോൾട്ട് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കും കിടക്കുന്നത്. നമ്മളിതൊന്നും നോക്കണ്ട, അതെല്ലാം ഇട്ടേക്കുക. ഇതിൻ്റെ സൈഡിൽ ഏറ്റവും താഴെയായിട്ട് തന്നെ ഇവിടെ റൗണ്ടിലുള്ള ഒരു പുതിയ ഐക്കൺ ഉണ്ടാവും. ഇത് ഞാൻ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്. കാര്യം ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ളത് ഞാൻ അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് ഞാൻ ശ്രദ്ധിച്ചത്. ഇവിടെ ഞാൻ കൊണ്ടുവെക്കുമ്പോൾ തന്നെ ഇവിടെ സ്ക്രീനിൽ നിന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ നേരെ അവിടുത്തെ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ ക്ലിക്ക് ചെയ്യുന്നിടത്ത് ഇങ്ങനൊരു മൊഡ്യൂളായിരിക്കും വരുന്നത്. ഈ മൊഡ്യൂളിനകത്ത് നമുക്ക് ഇവിടെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളതെല്ലാം വിടുക. വിട്ടതിന് ശേഷം ഇവിടെ ഈ മാർക്കറ്റ് എന്നുള്ളത് നേരെ US മാർക്കറ്റ് മാറ്റി ഇന്ത്യൻ മാർക്കറ്റ് ആക്കുക. ഇന്ത്യൻ മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേയേറെ മാറ്റം, ഏത് രീതിയിലാണ് നമുക്കിവിടെ ചേഞ്ചസ് വരുന്നത് ആ രീതിയിലെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ നോക്കുന്ന ഷോർട്ട് ടൈം ട്രേഡിങ്, ഷോർട്ട് ടൈം സ്വിങ്ങിന് വേണ്ടിയിട്ട് നോക്കുന്നതുകൊണ്ട് ഞാൻ പ്രൈസിൽ ഉള്ള വേരിയേഷനും അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റ് സൈസിനനുസരിച്ചുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണുള്ള ഇത് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുന്നുള്ളൂ. സോ ഇവിടെ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് കേസ്, ഒന്ന് പ്രൈസിനും രണ്ട് ചേഞ്ചസിനും മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് പ്രൈസിലുള്ള സ്റ്റോക്ക് നമുക്ക് വേണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. 5 രൂപയ്ക്ക് താഴെയുള്ളത്, 10 രൂപയ്ക്ക് മുകളിലുള്ളത്, 10-നും 100-നും ഇടയ്ക്കുള്ളത്, 100-ന് മുകളിലുള്ളത്. ഞാൻ നേരെ ഇവിടെ ഞാൻ മാനുവൽ എന്നുള്ള സെലക്ട് ചെയ്തു. മാനുവൽ സെലക്ട് ചെയ്ത് ഞാൻ ബിറ്റ്വീൻ എന്നുള്ള എടുത്തു. ഞാൻ 50 രൂപയ്ക്കും 500 രൂപയ്ക്കും ഇടയ്ക്കുള്ള സ്റ്റോക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ സോർട്ടിങ് ഓൾറെഡി വന്നിട്ടുണ്ട്. പ്രൈസ് വെച്ചിട്ട് നമുക്കിവിടെ സോർട്ട് ചെയ്യാം, വോളിയം വെച്ചിട്ട് സോർട്ട് ചെയ്യാം, എങ്ങനെ വേണം നമുക്കിവിടെ സോർട്ട് ചെയ്യാം. സോ ഞാൻ അടുത്ത ചേഞ്ചസ് എന്നുള്ള രീതി മോഡിലൊക്കെ വന്ന് ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസിന് നമ്മൾ എടുത്തിരിക്കുന്ന ടൈം ഫ്രെയിമിൽ ഈ പ്രൈസിന് വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇവിടെ കണ്ടോ, ഇവിടെ ടൈം ഫ്രെയിം നമുക്ക് മാറ്റാം. ഇപ്പം 1 ഡേ ആണ് കിടക്കുന്നത്. ടൈം ഫ്രെയിം നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കും. ഞാൻ ഷോർട്ട് സ്വിങ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി 1 ഡേ എടുക്കുന്നു ഞാൻ. എന്നിട്ട് ഇവിടെ നമുക്ക് ഏത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഞാനിവിടെ മാനുവൽ എടുക്കുന്നു. നേരെ ഇവിടെ ടൈം ഫ്രെയിം മാറ്റിയിട്ട് ഇവിടെ ബിറ്റ്വീൻ ആക്കുന്നു. ഒരു ദിവസം എനിക്ക് 0 to 5% വരെ ചേഞ്ചസ് വന്നിരിക്കുന്ന സ്റ്റോക്കുകൾ, പ്രൈസിൽ 0 to 5% വരെ ചേഞ്ച് വന്നിരിക്കുന്ന സ്റ്റോക്കാണ് ഞാൻ എടുക്കുന്നത്. സോ ഞാനവിടെ നേരെ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കുറേ സ്റ്റോക്ക് കിട്ടി. അസെൻഡിങ് ഓർഡറിൽ ഡിസെൻഡിങ് ഓർഡറിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനെ പ്ലാൻ ചെയ്യാം, മീൻസ് സോർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് ഡിസെൻഡിങ് ഓർഡറിൽ എടുത്തു. ഞാൻ നേരെ അസെൻഡിങ് ഓർഡറിലേക്ക് വന്നു. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ 0% ചേഞ്ച്, അതായത് ഈ പർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ എടുക്കുന്ന ടൈം ഫ്രെയിമിൽ ഒരു വിധത്തിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടില്ല. അടുത്ത സ്റ്റോക്ക് കോഫി ഡേ എൻ്റർപ്രൈസസ്. സോ നമ്മൾ നേരെ ചാർട്ടിലേക്ക് വന്നു. കോഫി ഡേ എൻ്റർപ്രൈസസ് അടിച്ചു കൊടുത്തു. നേരെ ചാർട്ട് വന്നിട്ട് നമ്മൾ നേരെ 5 മിനിറ്റ്സ് ആണ് നടക്കുന്നത്. നേരെ ഡെയിലി ചാർട്ടിലേക്ക് വന്നു. ഡെയിലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചാർട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഇതൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഞാൻ നേരെ അവിടെ ഒരു സപ്പോർട്ട് സോണാണ് വരയ്ക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നിരുന്നു എങ്ങനെയാണ് സോൺ വരയ്ക്കുന്നത്. നേരെ സോണിലേക്ക് വന്നതിന് ശേഷം ഞാനിവിടെ സോൺ വരച്ചു കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒട്ടനോടെ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു സോണിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി. അടുത്ത ട്രെൻഡ് ലൈൻ വരച്ച് നോക്കാൻ നേരത്ത് നമ്മൾ വിക്ക് ടു വിക്കാണ് വരയ്ക്കുന്നത്. സോ ഇവിടുത്തെ മുകളിലത്തെ വിക്ക് കറക്റ്റ് ചെയ്തു, ഇവിടെ താഴത്തെ വിക്ക് കറക്റ്റ് ചെയ്തു. ഏകദേശം 2 3 ടച്ചോളം ഏകദേശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു ട്രയാങ്കിൾ പാറ്റേണിലാണ് നിൽക്കുന്നത്. സോ ഞാനിവിടെ ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ്, ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റാൻഡമായിട്ട് ഓടിച്ചു നോക്കാൻ നേരത്ത് എനിക്ക് അടുത്ത ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ലെവലിനെ നോക്കുകയാണ്. അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത റെസിസ്റ്റൻസ് ഇവിടെയാണ് വരുന്നത്. സോ എനിക്ക് ഇപ്പോഴത്തെ ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ, പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നതിനെ അടിസ്ഥാനമാക്കി നോക്കുകയാണെങ്കിൽ 10% എനിക്ക് അവിടെ ചേഞ്ചസ് ഇനി അടുത്ത റെസിസ്റ്റൻസിലേക്ക് കിട്ടാനുണ്ട്. അവിടെ നിന്ന് നേരെ 15-18% എനിക്ക് കിട്ടാനുണ്ട്. ഇതാണ് നമ്മളുടെ ബേസിക് സ്ക്രീനറും അതിനോടനുബന്ധിച്ച് പെട്ടെന്ന് ഞാൻ ചെയ്ത ഒരു അനാലിസിസും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാനത് റിപ്ലൈ തരാം. ഓക്കെ, താങ്ക് യു.